കർഷകർക്ക് ആശ്വാസ നടപടികളുമായി ഇടതു സർക്കാർ. കാർഷിക കടാശ്വാസ വായ്പാ പരിധി ഉയർത്താൻ മന്ത്രിസഭാ തീരുമാനം. വായ്പാ പരിധി 50,000-ൽ നിന്ന് 2 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കർഷകരുടെ എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകമാണ്. എല്ലാ വിളകളുടെ നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കാനും സർക്കാർ തീരുമാനം. നവകേരള നിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്ന് 3,500 കോടി വായ്പയെടുക്കാനും മന്ത്രിസഭയുടെ അനുമതി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. കാർഷിക കടാശ്വാസ പരിധി 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായി ഉയർത്താൻ തീരുമാനിച്ചതിന് പുറമെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഡിസംബർ 31 വരെ നീട്ടാനും തീരുമാനിച്ചു. കാർഷികേതര വായ്പകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കാർഷിക വായ്പക്ക് മാത്രമല്ല, കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും. ദീർഘകാല വിളകൾക്ക് പുതുതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 വർഷത്തേക്ക് നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ പെടുന്നില്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് പരിശോധിക്കുന്നതിന് കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കമുക്, കൊക്കോ, കാപ്പി, കുരുമുളക്, ജാതി, ഗ്രാമ്പു എന്നീ വിളകൾക്ക് ഇരട്ടിയാക്കി. ഏലം ഹെക്ടറിന് 18,000 രൂപയിൽ നിന്നും 25,000 രൂപയാക്കി ഉയർത്തി. പ്രളയകാലത്ത് പുറമ്പോക്കിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അതേ പ്രദേശത്ത് 2 മുതൽ 5 സെന്റ് വരെ ഭൂമി നൽകാനും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭൂമി വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും നൽകും. തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ബണ്ട് കോളനിയിലെ 75 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്ഘാടന തിരക്കിലാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. 8-ാം തീയതി വരെ മോദി ഉദ്ഘാടന തിരക്കിലാണ്. സർക്കാരിന്റെ ഉദ്ഘാടനങ്ങളും പ്രഖ്യാപനങ്ങളും അവസാനിച്ച് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. 2014 മാർച്ച് 5-നാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. കേന്ദ്രമന്ത്രിസഭാ യോഗം വ്യാഴാഴ്ച നടക്കുന്നതും പ്രഖ്യാപനം വൈകിപ്പിക്കാൻ കാരണമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പരിപാടികളുടെ തിരക്കിലാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മോദിക്ക് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി ഈ ആഴ്ച 59,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളുണ്ട്. 8-ന് മീററ്റ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റമാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന അവസാന പദ്ധതി. ഈ പരിപാടിയും കഴിഞ്ഞ ശേഷമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ. 7-ന് കേന്ദ്ര മന്ത്രിസഭാ യോഗവുമുണ്ട്. യോഗത്തിൽ 13 റോസ്റ്റർ വിഷയത്തിൽ തീരുമാനം പുനഃപരിശോധിച്ചേക്കും. മറ്റു പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകില്ല. അതിനാൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് സമയം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നാണ് മറ്റൊരു വിമർശനം. മോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാനായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ രംഗത്തെത്തി. ഇപ്പോൾ ജമ്മുകശ്മീർ സന്ദർശനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരികെ വന്നയുടൻ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ കമ്മീഷൻ യോഗം ചേരും. പിന്നാലെ പ്രഖ്യാപനവും നടത്തും. നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെ അവസാന ഉദ്ഘാടനവും കഴിഞ്ഞ് 9-നോ 9-ന് ശേഷമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലേക്ക്. സഖ്യം തീരുമാനിക്കുന്നത് ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി വിളിച്ച സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ യോഗം ആരംഭിച്ചു. രാഹുലിന്റെ വസതിയിലാണ് യോഗം. ഷീല ദീക്ഷിത്, PC ചാക്കോ, അജയ് മാക്കൻ എന്നിവർ പങ്കെടുക്കുന്നു. 3 സീറ്റുകളിൽ കോൺഗ്രസും 3 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്ന രീതിയിലാണ് ചർച്ചകൾ. ഒരു സീറ്റിൽ ഇരു പാർട്ടികളും പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും നിർത്തിയേക്കും. യശ്വന്ത് സിൻഹയുടെ പേരാണ് പരിഗണനയിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള CPIM നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട.
കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൂന്നാം വട്ട ചർച്ച ഇന്ന് ആലുവയിൽ നടക്കും. 2 സീറ്റ് വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDF-ലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്നത് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അധിക സീറ്റ് നൽകാനാവില്ലെന്ന് കഴിഞ്ഞ 2 തവണ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് വ്യക്തമാക്കിയെങ്കിലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. നിലവിലുള്ള കോട്ടയം സീറ്റിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസും തയ്യാറാവില്ല. അതോടെ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടുമെന്നും ഉറപ്പായിട്ടുണ്ട്. KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും PJ ജോസഫ് വഴങ്ങാത്തതാണ് UDF-നും കേരള കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്നത്തേത് അന്തിമ ചർച്ചയാണെന്നും 2 സീറ്റിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു വ്യക്തമാക്കിയാൽ അത് അംഗീകരിക്കുകയേ പാർട്ടിക്ക് വഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. എന്നാൽ PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടി പിളർന്നാലും ശരി PJ ജോസഫിന് മുന്നിൽ അടിയറവ് പറയേണ്ടെന്നും മാണി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച UDF-നും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് RSS പ്രവർത്തകർ വീട്ടമ്മയെ ആക്രമിച്ച് ഉടുവസ്ത്രം വലിച്ചു കീറി. തടയാൻ ശ്രമിച്ച ഭർത്താവിനെയും മക്കളെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കൊല്ലം മനയിൽകുളങ്ങരയിൽ ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. രഞ്ജുവിന്റെ വീട്ടിലെ വേലി വണ്ടി കൊണ്ടിടിച്ച് പൊളിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് 9 പേർ ഉൾപ്പെട്ട RSS പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ ചവിട്ടി വീഴ്ത്തുകയും ഉടുവസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. എന്നെ അടിച്ച് എൻ്റെ നൈറ്റിയൊക്കെ വലിച്ചെറിഞ്ഞ് എന്നെ വലിച്ചെറിഞ്ഞ് നൈറ്റി വലിച്ചു കീറി. 2 പേരും, ഒരാൾ ബാക്കിൽ ഒരാൾ ഫ്രണ്ടിൽ നിന്ന്. ആദ്യം RSS ചേട്ടനും അനിയനും എൻ്റെ വീട്ടിൽ 9 പേര്, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. പെണ്ണുങ്ങളും ഉണ്ട്, അവരുടെ പെങ്ങന്മാരും ഉണ്ട്, ആണുങ്ങൾ മാത്രമേ. പട്ടിയിൽ കൊണ്ടുള്ള ആക്രമണത്തിൽ CPM പ്രവർത്തകനായ രഞ്ജുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മദ്യലഹരിയിലാണ് ആക്രമണം നടന്നതെന്ന് രഞ്ജു പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് എന്തിനാ വേലി ഇടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഒറ്റ ഇടിച്ചിട്ട് വീട്ടിനകത്തോട്ട് ഇവർ കയറി വന്ന് ഞങ്ങളങ്ങ് അടിക്കുകയായിരുന്നു. എന്നെ പട്ടിയിൽ കഷ്ണം കൊണ്ടുവന്ന് തലയ്ക്കടിച്ച് 2 പേരെ എന്നെ അടിച്ചത്. ഈ സുദർശൻ എന്ന് പറയുന്നതും ശ്രീധരൻ എന്ന് പറയുന്നതും ആളും അങ്ങടെയാണ് മാറി അടിച്ചത്. രക്ഷിതാക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മക്കൾ രഞ്ജിത്ത്, റെജിൻ എന്നിവരെയും RSS പ്രവർത്തകർ ആക്രമിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 200ഓളം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. രവി പൂജാരി മുഖ്യപ്രതിയായ കേസിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം ACJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവയ്പെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബൈക്കിലെത്തി വെടിയുതിർത്ത യുവാക്കളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക ഘട്ടത്തിലുള്ള ആദ്യത്തെ കുറ്റപത്രം ആയതുകൊണ്ട് തന്നെ ഇനിയും പ്രതികളുണ്ടെന്നുള്ള സൂചന ലഭ്യമാണോ? ജീന, ഇപ്പോൾ രവി പൂജാരെ മാത്രം പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. 1ാം പ്രതിയായി രവി പൂജാരെ മാത്രം 1ാം പ്രതിയാക്കിയുള്ള ഒരു കുറ്റപത്രം മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 200 പേജുള്ള കുറ്റപത്രമാണെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ DVSP, ക്രൈംബ്രാഞ്ച് DVSP അറിയിച്ചിരിക്കുന്നത്, ജോസി ചെറിയൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എറണാകുളം ACJM കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി തുടർ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യഘട്ട കുറ്റപത്രം എന്ന നിലയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നടി ലീന മരിയ പോളിന്റെ കടവന്തലിലെ ഉടമസ്ഥയുള്ള ഈ ബ്യൂട്ടി പാർലറിന് മുൻപിൽ 2 പേർ മുഖംമൂടി അണിഞ്ഞെത്തിയ 2 പേർ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് ഈ രവി പൂജാരിയുടെ പേര് എഴുതിയ ഒരു കുറിപ്പ് ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അധോലോക കുറ്റവാളിയായ രവി പൂജാരി തന്നെയാണോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയത്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ നടി ലീന മരിയ പോളിൽ നിന്ന് 2 തവണ മൊഴിയെടുക്കുകയും ചെയ്തു. ഇതിൽ നടി പ്രധാനമായും പറഞ്ഞത് തനിക്ക് 25 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് രവി പൂജാരിയുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നും ഈ ഒരു ഫോൺ സംഭാഷണം അടക്കമുള്ളവ പരിശോധിച്ചപ്പോൾ ഇത് രവി പൂജാരി തന്നെയാണെന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ
അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ്, അന്വേഷണ ഘട്ടത്തിലാണ് രവി പൂജാരി ഈ ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലായത്. ഇപ്പോൾ ഈ രവി പൂജാരിയെ ഇതുവരെയും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ത്യയിലും പുറത്തുമായി നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് എത്താൻ വൈകുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യപ്രതിയായി ഇയാളെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 200ഓളം പേജുണ്ട്. ഇതിൽ രവി പൂജാരി മാത്രമാണ് ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ളത്. ബാക്കി പ്രതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുറ്റപത്രം, ഇനി അനുബന്ധ കുറ്റപത്രം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ജീന, ശരി. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്. ഇടവേള. ഇന്ത്യയുമായുള്ള വ്യാപാര സൗഹൃദം ഉപേക്ഷിക്കുന്നുവെന്ന് അമേരിക്ക. ഇന്ത്യൻ വിപണിയിൽ വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ നീക്കം. $5.6 ബില്യൺ മൂല്യം വരുന്ന ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് നികുതി ഈടാക്കേണ്ടതില്ല എന്ന നയം ഉപേക്ഷിക്കാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ഇന്ത്യക്കൊപ്പം തുർക്കിയുമായുള്ള വ്യാപാര സൗഹൃദവും അമേരിക്ക ഉപേക്ഷിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യപ്രകാരമാണ് തീരുമാനമെന്നാണ് സൂചന. കഴിഞ്ഞ ജൂണിൽ 30-ലധികം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അധിക നികുതി ചുമത്തിയത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. സമുദ്രാതിർത്തികളിലൂടെ രാജ്യത്ത് ആക്രമണം നടത്താനും തീവ്രവാദികൾ പരിശീലിക്കുന്നതായി നേവി ചീഫ് സുനിൽ ലാംബെ. കാശ്മീരിലുണ്ടായ പ്രശ്നങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് സൈന്യം കാണുന്നതെന്നും നേവി തലവൻ പറഞ്ഞു. കാശ്മീരിലെ ട്രാലിൽ സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി. 2 തീവ്രവാദികളെ കൊലപ്പെടുത്തി. അതേസമയം വ്യോമാക്രമണത്തെ തുടർന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ബലാക്കോട്ടിലെ മദ്രസയിൽ നിന്നും ആളുകളെ മാറ്റിയതായി പ്രദേശവാസികൾ പറഞ്ഞതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കരമാർഗവും വ്യോമമാർഗവും ഇന്ത്യൻ അതിർത്തികളിലേക്കുള്ള തീവ്രവാദികളുടെയും പാക് സൈന്യത്തിന്റെയും പ്രകോപനം തുടരുന്നതിനിടയിലാണ് സമുദ്രമേഖലയിലൂടെയും പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നതായി നേവി തലവൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യ പസഫിക് സമുദ്രമേഖലയിൽ ചില രാജ്യങ്ങളുടെ സഹായത്തോടെയുള്ള തീവ്രവാദാക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പല രീതിയിൽ അക്രമം നടത്താനുള്ള പരിശീലനം തീവ്രവാദികൾക്ക് ലഭിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സുനിൽ ലാംബെ പറഞ്ഞു. ഗൗരവത്തോടെയാണ് സൈന്യം ഇതിനെ കാണുന്നത്. അതേസമയം ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ബലാക്കോട്ടിൽ നിന്ന് ലഭിച്ചതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസയിലെ താമസക്കാരെ വ്യോമാക്രമണ സമയത്ത് പാക് സൈന്യം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് താമസക്കാരിൽ ഒരാളുടെ ബന്ധു പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. അതേസമയം അതിർത്തിയിൽ തീവ്രവാദികളും പാക് പട്ടാളവും പ്രകോപനം തുടരുന്നു. ട്രാലിൽ തീവ്രവാദികളും സൈന്യവും നടത്തിയ ആക്രമണത്തിൽ 2 തീവ്രവാദികളെ സൈന്യം കൊലപ്പെടുത്തി. ഒരു പ്രദേശവാസിക്കും പരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് സാമൂഹ്യ പ്രവർത്തക ഷബ്നം ഹാഷ്മി. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഷബ്നം ഹാഷ്മി ആവശ്യപ്പെട്ടു. സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന പേരിൽ രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലിൽ സംസാരിക്കുകയായിരുന്നു ഷബ്നം ഹാഷ്മി. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ യുദ്ധമല്ല വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന മനുഷ്യക്കൂട്ടായ്മ. കാശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ മനുഷ്യച്ചങ്ങല തീർത്തു. സാമൂഹ്യ പ്രവർത്തക ഷബ്ന ഹാഷ്മി, ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ വിജയ് സിംഗ്, വിവിധ സർവകലാശാല അധ്യാപകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മനുഷ്യച്ചങ്ങലിൽ അണിനിരന്നു. People came out, artists, intellectuals, students, activists, saying that there is a need for de-escalation. We do not want war. We do not want war. We want peace. We want things to be solved through negotiations, because war gives only destruction. War does not give anything else. And that is why we are here today. And we hope that our voices will be heard. Election is coming. It is round the corner. And I am sure the people of this country will give a befitting reply to those who are creating an atmosphere of hate and warmongering. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം രാജ്യത്ത് കാശ്മീരി വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും എതിരായുണ്ടായ ആക്രമണങ്ങളിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ലെന്ന് മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ബലാക്കോട്ട് വ്യോമാക്രമണവും ശേഷമുണ്ടായ സംഭവവികാസങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിച്ചത് യുദ്ധസമാനമായ സാഹചര്യമാണ്. രാജ്യത്ത് യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൂടി എല്ലാവരും ആലോചിക്കേണ്ടതുണ്ടെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചുട്ടുപൊള്ളി കേരളം.
കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുത്തു. പി.വി. കുട്ടൻ ചേരുകയാണ്. വിശദാംശങ്ങളുമായി കുട്ടൻ, ആരൊക്കെയാണ് പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് ആൾക്കാർ? അതോടൊപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകാനാണ് യോഗത്തിൽ തീരുമാനമായത്? ജില്ലയിലെ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം പ്രത്യേക യോഗം തുടരുകയാണ്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആരോഗ്യ വകുപ്പ്, ഇറിഗേഷൻ, റവന്യൂ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി നല്ല ചൂട് തുടരുകയാണ്. ഈ ഉഷ്ണതരംഗാവസ്ഥ 2 ദിവസം കൂടി നീണ്ടു നിൽക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തരമായ യോഗം ചേർന്നിരിക്കുന്നത്. ഉഷ്ണതരംഗാവസ്ഥയും ഇതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളും കണക്കിലെടുത്ത് കോർപ്പറേഷനിലെ ക്ലീനിംഗ് ജോലിക്കാരുടെ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ചക്കാലം 12 മണിവരെ മാത്രമാണ് ജോലി സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടാതെ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ 11 മണി മുതൽ 3 മണി വരെ ജോലിയിൽ നിന്ന് മാറി നിൽക്കണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യോഗം അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കും. ശരി, കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയരുന്നതിനാൽ സൂര്യതാപ സാധ്യതാ മുന്നറിയിപ്പും സുരക്ഷാ മുന്നറിയിപ്പും ആവർത്തിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഉഷ്ണതരംഗ സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പ് ഇന്ന് കൂടിയേ ഉള്ളുവെങ്കിലും തുടർ ദിവസങ്ങളിലും ജാഗ്രത സ്വീകരിക്കാനാണ് തീരുമാനം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യതാപം ഏൽക്കുന്ന പണികൾ ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കും ഉടമകൾക്കുമെതിരെ നടപടി സ്വീകരിക്കും. സ്കൂളുകളിൽ അസംബ്ലികൾ ഒഴിവാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാനായി മിന്നൽ പരിശോധനകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ പകൽ 11 മുതൽ 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. നീർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക. രോഗങ്ങളുള്ളവർ 11 മുതൽ 3 വരെയെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. അയഞ്ഞ ലൈറ്റ് കളർ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. വേനൽക്കാലത്ത് താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി സൂര്യപ്രകാശം നേരിട്ടേൽക്കേണ്ടി വരുന്ന തരം തൊഴിലാളികളുടെ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണറും ഉത്തരവിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് ലക്ഷങ്ങൾ. രാത്രി 12-ന് നടന്ന പിതൃ നമസ്കാരത്തിന് ശേഷമാണ് ഔദ്യോഗികമായ ബലിതർപ്പണം പുഴയോരത്തെ ബലിത്തറകളിൽ ആരംഭിച്ചത്. ഇന്നലെ തുടങ്ങിയ ബലിതർപ്പണം ഇന്ന് മുഴുവൻ തുടരും. പ്രളയത്തിന് ശേഷമുള്ള ആദ്യ ശിവരാത്രിക്ക് പതിവ് പോലെ ബലിതർപ്പണത്തിനായി ഇന്നലെ തന്നെ വിശ്വാസികൾ ആലുവ മണപ്പുറത്തെത്തിയിരുന്നു. പിതൃമോക്ഷപ്രാപ്തിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരിയാർ തീരത്ത് ബലിതർപ്പണം നടത്താനെത്തിയത്. ഇന്നലെ രാത്രിയിൽ വ്രതമെടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മണപ്പുറത്ത് ഉറക്കമൊഴിച്ച് കാത്തിരുന്നവർ ഇന്ന് പുലർച്ചെ ബലിതർപ്പണം നടത്തിയ ശേഷമാണ് മടങ്ങുന്നത്. ശിവരാത്രി ദിവസം ബലിയിടാൻ സമയം ബാധകമല്ല എന്ന വിശ്വാസത്തിൽ ഇന്നലെ രാവിലെ മുതൽ ബലിതർപ്പണം തുടങ്ങിയിരുന്നു. എന്നാൽ മണപ്പുറത്ത് ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിച്ചത് രാത്രി 12 മണിക്ക് ശേഷമാണ്. മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും മറുകരയിൽ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുമാണ് ബലിതർപ്പണം നടക്കുന്നത്. പെരിയാറിന്റെ തീരത്ത് 176 ബലിത്തറകൾക്കാണ് ബോർഡ് അനുമതി നൽകിയിരുന്നത്. പ്രളയത്തിൽ മണപ്പുറത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ലക്ഷങ്ങൾ മുടക്കി ഇവ പഴയപടിയാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തേതുപോലെ ഹരിത ശിവരാത്രിയാണ് ഇത്തവണയും എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴയിൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സാഹസിക പ്രകടനം. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ബികോം വിദ്യാർത്ഥികളാണ് അപകടകരമായ രീതിയിൽ ജീപ്പും കാറും ബൈക്കും ഓടിച്ചത്. പ്രകടനത്തിനിടെ തുറന്ന ജീപ്പിൽ നിന്ന് തെറിച്ചു വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബികോം വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് ദിനത്തിലാണ് കോളേജ് ക്യാമ്പസിനുള്ളിലെ സാഹസിക പ്രകടനങ്ങൾ നടത്തിയത്. കോളേജിന്റെ അനുമതിയില്ലാതെയാണ് പരിപാടി നടത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷ ചടങ്ങുകൾക്കിടെ ജീപ്പിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചിരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് അമ്മയും മക്കളും മരിച്ചു. പേരൂർ കാവുംപാടം കോളനി സ്വദേശികളായ ലജി, മക്കളായ അന്നു, നീനു എന്നിവരാണ് മരിച്ചത്. ഏറ്റുമാനൂർ മണർക്കാട് ബൈപ്പാസിൽ പേരൂരിന് സമീപമായിരുന്നു അപകടം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അമ്മയെയും 2 മക്കളെയും കാറിടിച്ച് തെറിപ്പിച്ചത്. മക്കൾ അപകടസ്ഥലത്തും അമ്മ ലജി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത്. ഏറ്റുമാനൂരിൽ നിന്ന് പേരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാരുടെ മേൽ പാഞ്ഞു കയറിയത്.
കാർ റോഡിൽ നിന്ന് 20 അടിയോളം പുറത്തേക്ക് മാറി പുരയിടത്തിലെ മരത്തിലിടിച്ചാണ് നിന്നത്. ശബ്ദം കേട്ടോടിയെത്തിയ സമീപവാസികൾ സഹായത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും വാഹനങ്ങൾ നിർത്തിയില്ല. കാർ ഓടിച്ചയാൾക്കും ഗുരുതര പരുക്കുകളുണ്ട്. ഇയാളും ചികിത്സയിലാണ്. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കാതെ ബൈപ്പാസ് റോഡ് തുറക്കുന്നതിനാൽ സമീപ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലക്കാട് പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ കെ പത്മനാഭൻ മാസ്റ്റർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. വട്ടോളി LP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. സംസ്കാരം നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടയർഡ് സ്റ്റെനോഗ്രാഫർ ദേവയാനിയാണ് ഭാര്യ. കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ മകനാണ്. കെ ഗീത, കെ രവീന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റു മക്കൾ. എത്നിക് ഫാഷൻ രംഗത്തെ കൊച്ചിയിലെ പ്രമുഖ വിൽപ്പന കേന്ദ്രമായ ബൈഹാൻഡിന്റെ സേവനം ഇനി ഓൺലൈനിലും ലഭ്യമാകും. ബൈഹാൻഡ് ഷോറൂമുകളിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബൈഹാൻഡിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഉപഭോക്താക്കൾക്ക് വാങ്ങാം. ചലച്ചിത്ര താരം ആശ അരവിന്ദ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എത്നിക് വസ്ത്രങ്ങൾ, ഹോം ഡെക്കോർ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വേറിട്ട ശേഖരമാണ് ബൈഹാൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. വെബ്സൈറ്റ് ലോഞ്ചിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു.